ഷെയ്ഖ് മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾ വളരെ വേർത്താണ്. വേർത്തെന്ന് പറയാൻ കാരണം എന്താ പറയുക, ഓരോ പേജും മുതലാവും. 4 കിതാബ് പ്രധാനമായിട്ടുള്ളത്. ഖിസ്സത്തി, റുയത്തി, മൈ സ്റ്റോറി, മൈ വിഷൻ, പിന്നെ വംലാത്തും മിൻ ഫിക്കർ, ഗ്ലിംസസ് ഓഫ് തോട്ട്, അതുപോലെ തഅമുലാത്തുൻ ഫിൽ ഈജാബിയ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സഅദ വൽ ഈജാബിയ, പോസിറ്റിവിറ്റിനെ പറ്റിയും അതുപോലെ സംരംഭകത്തെ പറ്റിയൊക്കെയാണ്. ഇതിൽ ഒരു ഉദാഹരണം, ഒരു കഥ പറഞ്ഞാൽ, അതായത് ഓരോ ദിവസവും നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ വേഗതയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. ഒരു പുലി ഉണ്ടെങ്കിൽ ആ കാട്ടിൽ ഏറ്റവും സ്ലോ ആയിട്ട് ഓടുന്ന മാനിനേക്കാൾ വേഗത്തിൽ ഓടിയാൽ മാത്രമേ അതിന് ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് എത്ര വേഗത്തിൽ ഓടുന്നത് അതിന് പ്രധാനമാണ്. മാനിനെ സംബന്ധിച്ചോളം ആ ദിവസത്തെ വേഗത പ്രധാനമാണ്. ഏറ്റവും വേഗത്തിൽ ഓടുന്ന പുലിയേക്കാൾ വേഗത്തിൽ ഓടിയാൽ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉറപ്പുള്ളൂ. അത്ര പ്രാധാന്യം. ഇതിപ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റ് നടത്താൻ തീരുമാനിച്ച മാസങ്ങൾ കഴിഞ്ഞു. മനുഷ്യങ്ങനെ പോരെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല. ഇതേത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളെ വാങ്ങിച്ചാൽ മതി. ഇത് ജാഷൻ മാലിൽ എവിടെയും കിട്ടും. ജാഷൻ മാലിൽ പിന്നെ മോട്ടിവേറ്റ് മേടിക്കാം. അല്ല, സൂപ്പർ പുസ്തകങ്ങൾ. ഞാൻ നന്നായി വായിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീക്ക് വായിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഓരോ പേജും മുതലാണ്. ഓരോ പേജ് മുതലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കൂടുതലുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശമായിട്ട് ഇത് ഷെയ്ഖ് മുഹമ്മദിനാണെന്ന് സംശയം തോന്നുന്നു. ചില പൊളിറ്റിക്കൽ കാര്യങ്ങളുണ്ട്, പിന്നെ ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ലാളിത്യം ശീലിക്കണം, ലളിതമായത് ഉപയോഗിക്കണം. അപ്പം ഇവിടെ ആൾക്കാർ എങ്ങനെയെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ആവാൻ നോക്കാം, കൊട്ടാരത്തിലെത്താൻ നോക്കണം. അപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലുള്ളവരോട് പറയാണ്, ഈ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സാധാരണ നമ്മളിപ്പോൾ ദോശയും ചമ്മന്തിയോ പോലത്തെ നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിക്കണം. വെറുതെ ഈ ആഡംബര ഫുഡും ജങ്ക് ഫുഡൊന്നും ശീലിക്കരുത് കൂടുതലുള്ളവരോട് പറയണം. ആൾക്കാർ ഇവിടെ എങ്ങനെയെങ്കിലും അതിലേക്ക് എത്താൻ വേണ്ടി നോക്കാം. അതുപോലെ ഇവിടെ പല അറബ് രാജ്യങ്ങളിലും പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും യു എയിൽ സംഭവിക്കില്ല എന്നാണ്. കാരണം ഷെയ്ഖ് സായിദിൻ്റെ പേര് കേട്ടാൽ കരയുന്ന ജനങ്ങൾ അവിടെ ഉള്ളതാണ്. അദ്ദേഹം ചെറിയ സൂചനയും കൊടുത്തു. പല സ്ഥലങ്ങളിലും ഭരണാധികാരികളുടെ പ്രശ്നമാണ്, എത്ര കാലം ജനങ്ങളെ പറ്റിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ജനങ്ങളെ തള്ളി പറയുന്നില്ല. ഒറ്റ അടിക്ക് രാജാക്കന്മാരെ കൂടി നിൽക്കുന്നില്ല, കാര്യത്തിൻ്റെ കൂടെ നിൽക്കാം. യു എയിൽ അങ്ങനെ സംഭവിക്കണം അദ്ദേഹം ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് വെച്ചാൽ, യു എയിലെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം അവർ ജനങ്ങളോട് ദുൽമ ചെയ്തിട്ടില്ല, ഇവിടെയുള്ള ജനങ്ങളോട് അവർ ദുൽമ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ കവിയാണല്ലോ. ഇതിപ്പോൾ ആ 4 പുസ്തകം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഥകളും ചിന്തകളാണ്. കവിത വേറെ ഉണ്ട്. ഷെയ്ഖ് സായിദിനെ പറ്റിയുള്ള കവിത ഉണ്ട്, അതുപോലെ കുതിരകളെ പറ്റിയുള്ള കവിത ഉണ്ട്. അദ്ദേഹം ഈ ഉദാഹരണത്തിന് വീഡിയോ എടുക്കാൻ അറിയുന്ന ആൾ എന്തെങ്കിലും സംഭവിച്ച വീഡിയോ ഉണ്ടാക്കും. കവിത അറിയുന്ന ആൾ എന്തെങ്കിലും സംഭവിച്ച കവിത ഏതാണല്ലോ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലൊരു സംഭവം നടന്നപ്പോൾ ഭാര്യ വേറെ പോയപ്പോൾ കവിത ഇഷ്തീവ മുത്തെന്നുള്ള കവിത എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുക ചെയ്തത്. നീ ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിൻ്റെ വഞ്ചന സ്ഥിരപ്പെട്ടിട്ടുണ്ട്, വഞ്ചനയ്ക്ക് അതിനടുത്ത് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കവിതയിലൂടെ അദ്ദേഹത്തെ പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭാഷയിൽ നല്ല കഴിവുണ്ടെന്ന് അർത്ഥം. അത് എഴുത്ത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും പുസ്തകങ്ങൾ വാങ്ങുന്ന നിങ്ങൾ എന്തായാലും ഷെയ്ഖ് മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾ വാങ്ങണം.